വിജയേട്ടാ നമസ്കാരം. ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പാകിസ്ഥാൻ പട്ടാളം അവരുടെ പാക് പോസ്റ്റുകൾ വിട്ട് കണ്ടം വഴി ഓടിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പാക് പോസ്റ്റുകൾ അവരുടെ കൊടി നാട്ടിയിരുന്നു, ആ കൊടി പോലുമില്ല, ആ കൊടി പോലും ഊരിയെടുത്തുകൊണ്ട് അവർ പിന്നിലേക്ക് പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഈ പാകിസ്ഥാൻ പട്ടാളം പിന്നിലേക്ക് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഭയന്നോടി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാനായിട്ട് പാടില്ല. കാരണം അവർക്കും ശക്തമായിട്ടുള്ള ആർമി തന്നെയാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു കെണിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. പിന്നെ ഇപ്പോ ഇന്ത്യൻ പട്ടാളത്തെ ഭയന്നാണ് അവർ പിന്നിലേക്ക് പോയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. രണ്ടാമത് വരുന്ന റിപ്പോർട്ട് നാവികസേന തയ്യാറായി കഴിഞ്ഞു എന്ന റിപ്പോർട്ടാണ്. നാവികസേന ഇപ്പോൾ കറാച്ചിയോട് അടുക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വരുമ്പോൾ കറാച്ചിയിൽ നിന്നും 6 പടക്കപ്പലുകളുടെ വിന്യാസം അവിടെ ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ ബിചേട്ടന് തോന്നുന്നത്? അല്ല, അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഡോൺ പത്രത്തിന്റെ ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. അതിലവർ പറയുന്നത് ഇന്ത്യയുടെ റഫേലാണ്, മിറാഷ് 4 വിമാനങ്ങള് പാക് അധിനിവേശ കാശ്മീരിന് മുകളിലൂടെ പറന്നിരുന്നു. അതെ, പാക് അധിനിവേശ കാശ്മീരിലൂടെ പറന്നു. ഡോൺ, അത് പാകിസ്ഥാൻ പത്രം പറയുന്നതാണ്, പാകിസ്ഥാൻ ഡോൺ പത്രം പറയുന്നതാണ്. പാകിസ്ഥാന്റെ കറാച്ചിയുടെ മുകളിലൂടെ, അതെ, ഇന്ത്യയുടെ വിമാനങ്ങൾ അതിന്റെ മുകളിൽ കൂടെ പറന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് അവർ പറയുന്നുണ്ട്. അതെ, അല്ല, നമ്മളിപ്പോ ഇതെടുക്കുമ്പോ നമുക്കൊരു കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. നമുക്കിപ്പോ മറ്റു മാധ്യമങ്ങൾ ചെയ്ത വാർത്തകളാണ് നമ്മളിപ്പോ അനാലിസിസിന് വേണ്ടി എടുത്തത്. അപ്പൊ അതിനകത്ത് ധനുഷ് പറഞ്ഞത് പാകിസ്ഥാൻ മാധ്യമങ്ങൾ അടക്കം പറഞ്ഞ, മറ്റേ ഇന്റർനാഷണൽ മീഡിയസ് അടക്കം പറഞ്ഞ കാര്യങ്ങളാണ് എടുത്തത്. ഇപ്പൊ ഡോണിന്റെ വാർത്തയിൽ അവർ പറയുന്നുണ്ട് 4 വിമാനങ്ങള് ഇന്നലെ രാത്രി മുതൽ പാക് അധിനിവേശ കാശ്മീരിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്നു. അപ്പോഴേക്കും പാകിസ്ഥാന്റെ 2 യുദ്ധവിമാനങ്ങൾ പറന്നു പൊങ്ങിയപ്പോഴേക്കും അവ മടങ്ങിപ്പോയി എന്നവർ പറയുന്നുണ്ട്. ഡോൺ പത്രമാണ്. ഡോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാകിസ്ഥാന്റെ ഒരു മുഖപത്രം എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഏതായാലും ഇത്തരം വാർത്തകളാണ് ഇപ്പൊ ഇതുവരെ, അതായത് അവര് അവരുടേതായിട്ടുള്ള നിലപാടിലാണ് വാർത്ത വിടുന്നത് എന്നുള്ളതാണ്. അവരുടെ വാർത്ത യഥാർത്ഥത്തിൽ ഞാൻ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു തരാം. PAF ജെറ്റുകൾ ആക്രമിച്ചതിനെ തുടർന്ന് കശ്മീരിന് മുകളിൽ പെട്രോളിംഗ് നടത്തിയ ഇന്ത്യൻ റഫേൽ വിമാനങ്ങൾ പിൻവാങ്ങിയെന്നാണ്. അതായത് ഇവരുടെ വിമാനങ്ങൾ ഞങ്ങളുടെ റഫേൽ വിമാനങ്ങളെ ആക്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് അവരുടെ വാർത്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പിൻവാങ്ങിപ്പോയി എന്നാണ് അവർ പറയുന്നത്. അത് അല്ല, നമ്മളിപ്പോ ആ ഒരു വാർത്തയാണല്ലോ. അപ്പൊ നമ്മൾ അവരുടെ മാധ്യമങ്ങൾ എന്താണ് പറയുന്നത് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക, അവരുടെ മാധ്യമങ്ങൾ. ഇപ്പോ മറ്റൊന്ന് നോക്കിയത്, പാകിസ്ഥാന്റെ ഏതാണ്ട് ഏറെക്കുറെ എല്ലാ ഓൺലൈൻസും നോക്കുമ്പോൾ സത്യത്തിൽ ഈ വാർത്തകളൊന്നും തന്നെ ഇല്ല. അതായത് ഒരു ഇന്ത്യയോടുള്ള ടെൻഷന്റെ വാർത്തകളൊന്നുമില്ല. അതായത് ഈ കളിക്കാരെ കുറിച്ചും അവരുടെ പരിശീലനത്തെ കുറിച്ചും ഒക്കെയുള്ള വാർത്തകളാണ് സാധാരണ. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങൾ നമ്മൾ നോക്കിയാലും ഈ നിമിഷങ്ങളിൽ, അതായത് എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 11 മണിക്ക് ശേഷം ഈ ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻസിനെ കുറിച്ചുള്ള യാതൊരു വാർത്തകളും നാഷണൽ ലെവലിലില്ല, ഇന്റർനാഷണൽ ലെവലിലില്ല, എസ്പെഷ്യലി പാക് മീഡിയാസിലില്ല. പാക് മീഡിയാസ് എനിക്ക് തോന്നുന്നു അക്ഷരാർത്ഥത്തിൽ ഒരു ബാൻ പോലെ ആണോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല. കാരണം ഒരു വാർത്തയും ഇല്ല. കാരണം ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ മീഡിയാസോ അവരുടെ മീഡിയാസോ ആരെങ്കിലും ഈ വാർത്ത എന്തെങ്കിലും ഒന്ന് പുറത്തു വിടണം. ഏതായാലും അവർ വിടുന്ന വാർത്തയുടെ ഒരു ഓപ്പോസിറ്റ് ലൈൻ ആയിരിക്കും സംഭവിക്കുക. ഏതായാലും അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ ഡെയിലി സ്റ്റാറിലായാലും ധാക്കാട്ടുകൊണ്ടിലായാലും ഒക്കെ നോക്കുമ്പോൾ അവിടെയും ഈ ഒരു വിഷയം അവർ കൈകാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവിടെയും ഇതേപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കാരുടെ കാര്യങ്ങളും അതുപോലെ തന്നെ അവര് കരാറുകൾ ഒപ്പിടുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ മാത്രമാണ്. മ്യാൻമാറിന്റെ എന്തോ വിഷയങ്ങളൊക്കെയാണ് അവർ കൂടുതൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഒരു വല്ലാത്ത നിശബ്ദത ഈ ഏഷ്യയിൽ മാത്രമല്ല ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ഒരു നിശബ്ദത മീഡിയാസിനിടയിൽ കാണുന്നുണ്ട്. ഒരു വല്ലാത്ത ഒരു നിശബ്ദതയാണ്. ആ നിശബ്ദത ആ നിശബ്ദതയാണ് നമുക്കൊരു വലിയ ടെൻഷൻ നൽകുന്നത്. ഇല്ലെങ്കിൽ എതിരാളികൾക്കൊക്കെ ഒരു ഭയം നൽകുന്നത് ഈ നിശബ്ദതയാണ്. എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഏതായാലും അധികം ഒരു നിശബ്ദതയിലേക്ക് ഈ മാധ്യമങ്ങൾ പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകില്ല. ഏതായാലും ഏതെങ്കിലുമൊക്കെ മാധ്യമങ്ങൾ അത് ഈ വാർത്തകൾ എന്താണ് നടക്കുന്നത് എന്നുള്ളത് പുറത്തു വിടാതിരിക്കില്ല. കാരണം പ്രത്യേകിച്ച് ഇന്റർനാഷണൽ മീഡിയാസ്, ഒരുപക്ഷെ നമ്മുടെ നാഷണൽ മീഡിയാസ് കുറച്ചുകൂടി ടൈം എടുക്കുമായിരിക്കും. എന്നാലും വലിയ സമയം എടുക്കില്ല. അവർ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടുത്തെ നാഷണൽ മീഡിയാസ് പതുക്കെ കൊടുത്തു തുടങ്ങും തന്നെയാണ് കരുതുന്നത്. ഒപ്പം തന്നെ രാവിലെ മുതൽ തന്നെ സജീവമായിരുന്ന നമ്മളുടെ ഈ സൈനിക ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ ഡിഫൻസ് ന്യൂസ് കൊടുക്കുന്നതുമായിട്ടുള്ള ഈ ട്വിറ്റർ ഹാൻഡിലുകളും ഇപ്പോൾ നിശബ്ദമായിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതായത് രാവിലെ ഒരു 10-11 മണി വരെ സജീവമായിരുന്ന സോഷ്യൽ മീഡിയ, അതായത് ഈ യുദ്ധസംബന്ധമായ വാർത്തകളും യുദ്ധസംബന്ധമായ വിവരങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന സോഷ്യൽ മീഡിയകളും
ട്വിറ്റർ ഹാൻഡിൽസും എല്ലാം, അതായത് നമ്മൾ ഡിഫൻസ് ഓൺലൈൻസ് അടക്കം എല്ലാവരും ഒരു സൈലന്റ് മോഡിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആ സൈലന്റ് മോഡ് ഒരു വലിയ വാർത്തയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഒരു സൈലന്റ് മോഡാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് കരുതേണ്ടി വരും. കാരണം ഇന്നലെ വരെ, ഇന്ന് രാവിലെ 11 മണി വരെ ഇവരെല്ലാം സജീവമായിരുന്നു എന്നുള്ളതാണ് വളരെ കൗതുകരം. കേരളത്തിലെ മീഡിയാസ് പിന്നെ വാർത്തകളൊന്നും ഇല്ല, വരുന്നില്ലാത്തത് കൊണ്ടാണ് കേരളത്തിന്റെ ഓൺലൈൻ മീഡിയകൾ ആ അത്തരത്തിലുള്ള വാർത്തകളിലേക്ക് പോകാതിരിക്കുന്നത്. മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഇതിന്റെ വാർത്തകൾ അവർക്ക് ലഭ്യമാകുന്നുണ്ടാകാം. പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഗൈഡ് ലൈൻസ് ഉള്ളത് കൊണ്ടാണ് പലരും ഈ വാർത്തകളൊന്നും കൊടുക്കാതിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു വൈകുന്നേരത്തോടു കൂടി ഇല്ല രാത്രിയോടു കൂടി വാർത്തകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ട്വിറ്ററിലൊക്കെ അത് രാവിലെ തന്നെ വളരെ ഇതായിട്ടുള്ള ഒരു സംഭവത്തിലാണ് വന്നത്. ഇപ്പൊ ഈ രീതിയിലാണ് വാർത്ത. ഈ പാകിസ്ഥാൻ സേന പിന്മാറുന്നത് കഴിഞ്ഞ ദിവസം മുതലേ തന്നെ അവർ പിന്മാറിയിരുന്നു. ഇതിനോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു വാർത്ത ഉണ്ട്, അത് നമ്മുടെ നാഷണൽ മീഡിയാസ് കൊടുത്തിരുന്നൊരു വാർത്തയാണ്. അതായത് ഈ പാക് അധിനിവേശ കാശ്മീരിൽ ഉള്ള ഈ ഭീകരന്മാരെ മുഴുവൻ ഒഴിപ്പിക്കാനായിട്ട് അവരുടെ സൈന്യം പെടാപ്പാട് പെടുകയാണ് എന്നുള്ളതായിരുന്നു ആ വാർത്ത. കാരണം അവരെ മുഴുവൻ ഒഴിപ്പിച്ചു കൊണ്ടുപോവുക പ്രയാസകരമാണ്. അപ്പൊ ഈ നിലവിൽ അവിടെയുള്ള ഈ ഭീകരവാദികളുടെ ലോഞ്ച് പാഡുകളെല്ലാം തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ കണക്ക് പ്രകാരമാണെങ്കിൽ അതിർത്തിക്ക് അപ്പുറത്ത് 45ഓളം ലോഞ്ചിങ് പാഡ് ഉണ്ട് ഭീകർക്ക് ഇങ്ങോട്ടേക്ക് കടന്നു വരാനും ആക്രമിക്കാനും ഒക്കെ ലോഞ്ച് പാഡ്. അതെല്ലാം ഒഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ഒപ്പം തന്നെ അവരവരുടെ സൈനിക പോസ്റ്റുകളെല്ലാം അവിടുന്ന് പിൻവലിച്ചിട്ടുണ്ടായെന്ന് കേൾക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് തുടരുന്നു, ഇന്ന് ഉൾപ്പെടെ തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ജമ്മു കാശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാൻ നിർത്താതെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് നിർത്താതെ വെടിവെക്കും. പക്ഷെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന തിരിച്ചടി പല പോസ്റ്റുകളും തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായി ഇവരുടെ ഈ സൈനിക പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പാക് റേഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ BSFന് ഈക്വൽ ആയിട്ടുള്ള ഒരു സൈനിക വിഭാഗമാണ് സാധാരണഗതിയിൽ നിലകൊള്ളാറുള്ളത്. അവര് തന്നെയാണ് നുഴഞ്ഞു കയറാനും വരുന്നത് ഇവർ തന്നെ. അത് ഞാൻ പറഞ്ഞില്ലേ, മിക്കവാറും നമ്മുടെ ഈ താലിബാന്റെ ആയാലും പാകിസ്ഥാന്റെ ആയാലും ഈ പട്ടാളക്കാരുടെ ഒരു വേഷവിധാനവും അവരുടെ പെരുമാറ്റമൊക്കെ ഭീകരന്മാരേതാണ് പട്ടാളക്കാരേതാണെന്ന് യാതൊരു രീതിയിലും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പിന്നെ അഫ്ഗാൻ പാകിസ്ഥാൻ ബോർഡറിൽ 54 പേരെ കൊലപ്പെടുത്തിയിട്ട് പാകിസ്ഥാൻ പറഞ്ഞ് ഭീകരരാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിനകത്ത് ശരിക്കും ഈ മരിച്ചു കിടക്കുന്നവരുടെയൊക്കെ ചിത്രം കണ്ടാൽ ഭീകരരാണോ പട്ടാളക്കാരാണോ എന്ന് അറിയില്ല. താലിബാൻ പറയുന്നത് ഒരു പട്ടാള സൈനികരാണെന്നാണ്. താലിബാനും അങ്ങനെ ഒരു കൃത്യമായ യൂണിഫോം ഉള്ള സൈനികരൊന്നും അവർക്കും ഇല്ല യഥാർത്ഥത്തിൽ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു വാർത്ത നേരത്തെ തന്നെ വന്നിരുന്നു, പല സൈനിക പോസ്റ്റ്. നമ്മളിപ്പോ ഇന്ന് രാവിലെ മുതൽ അറിയുന്ന വാർത്തകൾ അങ്ങനെയാണ്. ഇന്ത്യയോട് ചേർന്ന് നടക്കുന്ന പല ബോർഡറിലും പാക് സൈന്യം ഇല്ല, പൂർണ്ണമായി തന്നെ അവരുടെ സൈനിക പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കും എന്ന് കരുതി തനിച്ച് നേരത്തെ സൂചിപ്പിച്ചാണെങ്കിൽ അവർ ഭീരുക്കളാണെന്നോ പിന്മാറിയെന്നോ എന്ന് അതിന് അർത്ഥമില്ല. ഒരുപക്ഷെ അവര് വലിയ കാഷ്വാലിറ്റി ഉണ്ടാകാതെ കുറച്ചുകൂടെ തന്ത്രപ്രധാനമായി ഇന്ത്യയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യൻ സൈനികരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നാടകമാകാതെ വേറെ എങ്ങോട്ടെങ്കിലും അവർ ശ്രദ്ധ തിരിക്കാനായിട്ട് ഒരു കെണി ഒരുക്കുന്നതാകാം. ഏതായാലും വാർത്തകൾ ഇങ്ങനെ വരുന്നത് സൈന്യത്തിന് നീക്കമോ ഇല്ലെങ്കിൽ അവരുടെ ഐഡിയയോ ഒന്നും നമ്മളെ സംബന്ധിച്ച് നമുക്ക് അപ്രാപ്യമാണ്, നമുക്ക് അറിയാൻ മേലാത്ത ഒരു മേഖലയാണ്. നമുക്ക് അതിനെ കുറിച്ച് പ്രധാനമന്ത്രി പോലും അവരെ തന്നെയാണ് ഇതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് ഇതിന്റെ മോഡ് എന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഇതിന്റെ റൂട്ട് എന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതെല്ലാം അദ്ദേഹം അവരെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് ഇന്റർനാഷണൽ മീഡിയാസിൽ വരുന്ന വാർത്തകൾ മാത്രമാണ്. നിലവിൽ ബംഗ്ലാദേശ്, ഇന്ത്യ, ഒപ്പം തന്നെ പാകിസ്ഥാൻ മീഡിയാസ് എല്ലാം ഇപ്പോൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. പേരിന് പോലും ഒരു വാർത്തയില്ലാത്ത സാഹചര്യം. ഇന്ന് രാവിലെ 11 മണി വരെ സജീവമായി നിന്നിരുന്ന എല്ലാ ന്യൂസ് പോർട്ടലുകളും സോഷ്യൽ മീഡിയ ഹാൻഡിൽസും എല്ലാം നിശബ്ദമായി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് വരുന്നത്. പിന്നെ നമ്മുടെ ചൈനയിൽ അങ്ങനെ പണ്ടും അവരങ്ങനെ ഒരുപാട് മീഡിയാസിന്റെ വാർത്തകളൊന്നും അവർ നൽകാറില്ല. ഗ്ലോബൽ ടൈംസിന്റെ ഒരു വാർത്ത നൽകും എന്നേ ഉള്ളൂ, അതല്ലാതെ ഇല്ല. ഇനിയിപ്പോ നമുക്ക് ആകെ ആശ്രയിക്കാനുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്റർനാഷണൽ വാർത്തകളാണ്. റോയിട്ടേഴ്സ് അടക്കമുള്ള ഇന്റർനാഷണൽ വാർത്തകൾ. പിന്നെ മാധ്യമം അല്ലെങ്കിൽ മീഡിയ വണ്ണിന്റെ മറ്റൊരു വകഭേദമായ അൽ ജസീറയാണ്. അൽ ജസീറയ്ക്ക് ഇപ്പൊ പഴയതുപോലെ ഒരു ഗ്രിപ്പൊന്നും മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഇല്ല. അവർക്ക് അതിനോടൊരു വിശ്വാസ്യതയൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അൽ ജസീറയൊക്കെ ഒരു കാലത്ത് ഭയങ്കര ഹിറ്റായ ഒരു സാധനമാണ്. ഇപ്പൊ അവർക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഇസ്രായേലി മാധ്യമങ്ങളെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അവർ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ ഒരു വിഷയമേ അവര് ചെക്കപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു വിഷയം അവർ എടുക്കുന്നേ ഇല്ല. ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളെ ഭീകരവാദം നടന്നപ്പോൾ അവരത് കൊടുത്തിരുന്നു, ഇങ്ങനെ കുറച്ച് പേര് മരിച്ചിരുന്നു, ഭീകരവാദം നടന്നു എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം അവർ ഒരു വാർത്തകളും നമ്മൾ പാകിസ്ഥാനോടുള്ള ടെൻഷനെ കുറിച്ച് കൊടുക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ഇസ്രായേൽ മാധ്യമങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഹീബ്രു മാധ്യമങ്ങളും നോക്കണം. ആ ഹീബ്രു മാധ്യമങ്ങളും നമ്മുടെ പോലത്തെ തന്നെ ഓൺലൈൻ മീഡിയാസ് ആണ് കൂടുതലും. അപ്പൊ അതിനകത്തൊന്നും ഇല്ല, വാർത്തകളൊന്നുമില്ല. പിന്നുള്ളത് നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല, റഷ്യയുടെ സ്പുട്നിക് കണക്കുള്ളതാണ്. അപ്പോ അതിലൊക്കെ വരുമ്പോഴേക്കും ഒരു സ്പുട്നിക് ഇന്ത്യ ആ ഒരു സൈഡിൽ ആയതുകൊണ്ട്
ഈ സ്പുട്നിക്കിന് ഞാനിപ്പോ ലേറ്റസ്റ്റ് കണ്ടൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് 9 റഷ്യ സന്ദർശിക്കുമെന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ 100-ാം വാർഷികമോ മറ്റോ ആഘോഷിക്കുന്ന ചടങ്ങിലേക്ക് പുടിൻ നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. നരേന്ദ്രമോദി പങ്കെടുക്കില്ല എന്നുള്ളതാണ്. അതിന് പകരം നമ്മുടെ ചിലപ്പോൾ വിദേശകാര്യമന്ത്രി പങ്കെടുത്തേക്കും. മെയ് രാജ്നാഥ് സിംഗിനെ 9 വിടുമെന്ന് രാജ്നാഥ് സിംഗിനെ വിടുമെന്നാ കേട്ടെ. രാജ്നാഥ് സിംഗ് വിടുന്നുണ്ട്. അപ്പൊ അതിന്റെ താഴെ അവര് പറയുന്നത്, അത് അറിയിച്ച റഷ്യയുടെ വിദേശകാര്യ വക്താവ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോഴും നടക്കുന്ന ഈ പൽഗാവിൽ നടന്ന കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇഷ്യൂസ് കൊണ്ടാണ് നരേന്ദ്രമോദി വരാത്തതെന്ന് കരുതുന്നു എന്നാണ്. അപ്പൊ അവരത് പറയുന്നുണ്ട്, PMO ഓഫീസ് ഒഫീഷ്യലായിട്ടാണ് അറിയിച്ചത് വരുന്നില്ല എന്നുള്ളത്. ഇതായിരിക്കാൻ കാരണമെന്നാണ് വക്താവ്, ഇത് മാധ്യമങ്ങൾ അറിയിച്ച റഷ്യൻ വക്താവ് കാരണം. അത് കാണുമ്പോൾ പിന്നെ മറ്റൊരു ഡൗട്ട് വരുന്നത്, ഇനിയിപ്പോ അത്രയും ദിവസം നീണ്ടു നിൽക്കുമോ ഈ തിരിച്ചടി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്ന മറ്റൊരു വിഷയം. ഈ മെയ് 9 ചടങ്ങ്, അപ്പം അവിടെ റഷ്യ നടക്കുന്ന ചടങ്ങ്, അപ്പൊ അതുവരെ നീണ്ടു നിൽക്കുമോ എന്നുള്ളതാണ്. ഏതായാലും നമ്മുടെ കേരളത്തിലടക്കം നരേന്ദ്രമോദി അടുത്ത ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പോകുന്നൊരു വലിയ കാര്യം. ഏതായാലും നമ്മളിപ്പോൾ അതിന്റെ യുദ്ധമുഖത്താണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഏതാണ്ട് നമ്മുടെ നേവി അതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ തന്നെ ഒരു കടലും എന്താണ് അപ്രാപ്യമല്ല ഞങ്ങൾക്ക്, ഇല്ലെങ്കിൽ ഒരു ലക്ഷ്യവും ഞങ്ങൾക്ക് അപ്രാപ്യമല്ല എന്നുള്ള രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പാകിസ്ഥാൻ ധൃതി പിടിച്ചുകൊണ്ട് അതിർത്തിയിൽ അവരുടെ റഡാറുകൾ സ്ഥാപിക്കുകയും ഒപ്പം തന്നെ അവരുടെ ബീരങ്കി യൂണിറ്റുകൾ അടക്കം വിന്യസിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം എന്തൊക്കെയോ എവിടൊക്കെയോ നടക്കുന്നു എന്നൊരു തോന്നൽ തന്നെയാണ് പുറത്ത് വരുന്നത്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വാർത്തയുടെ കുത്തൊഴുക്ക് നമുക്ക് അധികം വൈകാതെ പ്രതീക്ഷിക്കാം. ഒരു ബ്രേക്കിങ്ങിന്റെ തന്നെ ഒരുപക്ഷെ ഈ വൈകുന്നേരത്തോട് കൂടിയോ രാത്രിയോട് കൂടിയൊക്കെ ഒരു വലിയ വലിയ ബ്രേക്കിങ്ങുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പൊ ഒരു വലിയ തികഞ്ഞ സൈലന്റ് ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ നമുക്കും കിട്ടും, നമുക്കും ഒരുപാട് സോഴ്സുകളുണ്ട്, നമുക്കും ഒരുപാട് പരിമിതികളുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും കൊടുക്കാനും ഒക്കെ. നമുക്ക് മാത്രമല്ല നമുക്ക് മാത്രമല്ല ഇതിനകത്ത് പ്രശ്നം. ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും കൂടിയുള്ള കേന്ദ്ര സർക്കാർ ആ നിർദ്ദേശം വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ ട്വിറ്ററുകൾ പോലും പാകിസ്ഥാനാണ് വലിയ വാർത്തയാക്കി മാറ്റുന്നത്. അതായത് നമ്മുടെ കോൺഗ്രസിന്റെ ട്വിറ്ററുകൾ പലതും പാകിസ്ഥാൻ വാർത്തയാക്കി മാറ്റുന്നത്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ കരുതും നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്വിറ്ററോ ഫേസ്ബുക്കിലോ 2 വരി എഴുതിയിട്ട് കഴിഞ്ഞാൽ സംഭവം തീരുമെന്ന്. പക്ഷെ അതല്ല. നമ്മുടെ ഇടയിൽ തന്നെ പാകിസ്ഥാൻ ഏജന്റുമാരുണ്ടെന്ന് അറിയാമല്ലോ. നമ്മുടെ ചുറ്റുപാടും തന്നെ പാകിസ്ഥാനെ സ്നേഹിക്കുന്നവരുണ്ട്. ഇത് അപ്പാണ് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കും, വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് കൂടെ ചെയ്ത് കൊടുക്കും. ഇത് പറയുന്നത് മോദിയെ തെറിവിളിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടരുത് എന്ന് നമ്മൾ പറയുന്നത്. അത് ഓരോ ജനത്തിനും ഓരോ പൗരനും അത് ബാധകമായ കാര്യങ്ങളാണ്. അതായത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പാകിസ്ഥാന് വളമാകാൻ ഒരിക്കലും നിന്നു കൊടുക്കരുത്. കാരണം നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു ചെറിയ ഫേസ്ബുക്ക് ആണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ട്വിറ്റർ ആണല്ലോ, ഇതൊക്കെ ആര് കാണാൻ നമ്മൾ കരുതും. പക്ഷെ ഇത് വെച്ച് മുതലെടുക്കുന്നുണ്ട്. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പാക് മീഡിയാസിൽ വന്നത് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ അടക്കമുള്ള ട്വീറ്റുകളും അവരുടെ പോസ്റ്റുകളും അടക്കമാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും. നമ്മൾ മലയാളത്തിൽ എഴുതിയ പാകിസ്ഥാനിക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആളുകളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, അത് വലിയ വാർത്തയായി വരുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയപ്പോഴാണ് കോൺഗ്രസ് വലിയ രീതിയിൽ തന്നെ ഒരു നിലപാടെടുത്തത്. ഒരു കോൺഗ്രസിന്റെ നേതാവും എന്താണ് രാജ്യത്തിന് എതിരെ സംസാരിക്കരുത് എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് മീഡിയാസിന് മാത്രമല്ല പബ്ലിക്കിനും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതായത് എന്താണ്, ഗ്യാസ് അടിച്ചു വിടാതിരിക്കുക, ഊഹാപോഹങ്ങൾ പരത്താതിരിക്കുക, രാജ്യവിരുദ്ധത പരത്താതിരിക്കുക, അല്ലെങ്കിൽ അത് പറയാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്.